വിദേശങ്ങളിൽ പുരുഷന്മാരും ക്രൂരത നേരിടുന്നുണ്ടെന്ന് ഡൽഹി ഹൈക്കോടതി. സ്ത്രീകളെപ്പോലെ നിയമപരമായ സംരക്ഷണത്തിന് പുരുഷന്മാർക്കും അർഹതയുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. മുളകുപൊടി കലക്കി തിളച്ച വെള്ളം ഒഴിച്ച് ഭർത്താവിന് പൊള്ളലേറ്റെന്ന പരാതിയിൽ യുവതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാണ് കോടതിയുടെ ഈ നിരീക്ഷണം. ഷപ്ന സിയാദുണ്ട്. ഷപ്ന, അതായത് ഈ പലപ്പോഴും സ്ത്രീകളാണ് എന്നുള്ളൊരു കാരണം കൊണ്ട് കേസുകളിൽ കോടതി ഒരു മൃദു സമീപനം എടുക്കുന്നു എന്ന് സമൂഹത്തിൽ പല കോണുകളിൽ നിന്നും ചർച്ചകളൊക്കെ ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഡൽഹി ഹൈക്കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണം. സേതുലക്ഷ്മി, ഈ കേസിന് ആസ്പദമായ സംഭവം ഈ ഭാര്യ ഭർത്താവിനെ മുളകുപൊടി തിളപ്പിച്ച വെള്ളത്തിൽ മുളകുപൊടി ഇട്ട് ഈ വെള്ളം ഒഴിക്കുകയും അതോടൊപ്പം തന്നെ പിന്നീട് ഈ മുറി പൂട്ടി ഇവർ ഈ ഭർത്താവിൻ്റെ ഫോണുമായി കടന്നു കളഞ്ഞു തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു ഭാര്യയ്ക്കെതിരെ ഉന്നയിച്ചിരുന്നത്. പിന്നീടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ കേസിൽ ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരുടെ ജാമ്യാപേക്ഷയാണ് ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചത്. ഈ ഡൽഹി ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുകയും കോടതി ജാമ്യം നൽകാനാവില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഇത്തരത്തിലൊരു പരിഗണന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മൃദു സമീപനം പാടില്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ക്രൂരത ചെയ്യുന്നത് സ്ത്രീയോ പുരുഷനോ അല്ലെങ്കിൽ ലിംഗവ്യത്യാസമില്ലാതെ ഇത്തരം നിയമങ്ങൾ കോടതികൾ പരിഗണിക്കേണ്ടതുണ്ട്. ഈ വൈവാഹിക ജീവിതത്തിൽ പുരുഷന്മാരും ഇത്തരത്തിലുള്ള ക്രൂരതകൾ നേരിടുന്നുണ്ട്. അതിന് നിരവധി ഉദാഹരണങ്ങൾ കോടതികൾക്ക് മുന്നിൽ വരുന്നുണ്ട്. വൈവാഹിക ജീവിതത്തിൽ സ്ത്രീകൾ മാത്രമല്ല, അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ക്രൂരത നേരിടുന്ന പുരുഷന്മാർക്കും കൃത്യമായ നിയമങ്ങളുടെ പരിരക്ഷ ലഭിക്കേണ്ടതുണ്ട്. അവർക്ക് നിയമത്തിൻ്റെ സംരക്ഷണം വേണം എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കുന്നത്. തുടർന്നാണ് ഈ സ്ത്രീയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. ശരി ശരി ഷപ്ന.